Hello dears, welcome back to my channel Art with Sadija. Here we will discuss all about art. ഇന്ന് വാട്ടർ കളറിൽ തന്നെ ഒരു പിൻട്രസ്റ്റിൽ നിന്ന് ഞാൻ ഒന്ന് രണ്ട് പടം ചൂസ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ ഒരെണ്ണമാണിത്. മഷ്റൂമിൻ്റെ കുറേ നാളെ ഇങ്ങനെ വരയ്ക്കണമെന്ന് ഞാൻ ഇങ്ങനെ ലിസ്റ്റിലിട്ടിരുന്നതാണ്. അപ്പോൾ ഇന്ന് അത് വരയ്ക്കാമെന്ന് വിചാരിച്ചു. ഫസ്റ്റിൽ ഇപ്പോൾ ലൈറ്റായിട്ട് ഒന്ന് രണ്ട് മഷ്റൂംസ് ഞാനിങ്ങനെ ജസ്റ്റ് എന്ത് വരയ്ക്കുന്നതിന് മുമ്പുള്ളൊരു ചെറിയ സ്കെച്ചിങ് അങ്ങനെ ചെയ്ത് നോക്കി കേട്ടോ. എങ്ങനത്തെ ടൈപ്പ് ലീവ്സ് വേണം, അതിൻ്റെ അകത്ത് കുറച്ച് ഫ്രൂട്ട്സ് പോലത്തെ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്ത് ഒന്ന് ഭംഗിയായിട്ട് വരയ്ക്കാമെന്ന്. അപ്പോൾ ജസ്റ്റ് റഫായിട്ടുള്ള എൻ്റെ നോർമൽ സ്കെച്ച് ബുക്കിൽ ഞാനൊന്ന് വരച്ച് നോക്കി. അതിന് ശേഷം രണ്ടാമത്തെ നമ്മൾ പ്രോപ്പർ ബുക്ക് എടുത്തു. ഇതൊരു 300 GSM ഉള്ള കോഡ് പ്രസ്സാണ്. നല്ലൊരു പേപ്പറാണ്, ബ്രസ്റ്റോടെയാണ്, ബുക്ക്ലെറ്റാണത്. അതിലാണ് വരയ്ക്കാൻ തുടങ്ങുന്നത്. ഫസ്റ്റിൽ തന്നെ നമ്മൾ അതിൻ്റെ സ്കെച്ചിങ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ഇതൊരു ഹാഫ് സർക്കിൾ വെച്ചിട്ടാണ് ആദ്യം വരച്ചിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഇതിൽ ഞാൻ ഈ മഷ്റൂമിൻ്റെ ജസ്റ്റ് മേലിൽ കാണുന്ന വൈറ്റ് പോലെ കാണുന്ന സാധനം ഞാൻ മാസ്കിംഗ് ഫ്ലൂയിഡ് വെച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ സ്കെച്ചിങ് കംപ്ലീറ്റ് ആയി. പതുക്കെ ഓരോ ലൈൻസും ഇട്ട് ഷെയ്ഡ്സ് നമ്മൾ ആദ്യം തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്തിരുന്നല്ലോ. അപ്പോൾ അതിന് ശേഷമാണ് ഇതിനകത്തേക്ക് പതുക്കെ ഓരോ ലീവ്സൊക്കെ ആഡ് ചെയ്തു. ദെൻ നമ്മൾ പതുക്കെ കളർ ചെയ്യണം. അപ്പോൾ അതിന് മുമ്പായിട്ട് മാസ്കിംഗ് ഫ്ലൂയിഡും ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്കെച്ചിങ് ഇങ്ങനെ പതുക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് എനിക്ക് റെഡ് കളറാണ് കേട്ടോ ഫ്രൂട്ടിനത് കൊടുക്കണത്. നല്ല ഭംഗിയായിട്ട് എനിക്ക് നല്ല രസമായിട്ട് കൊടുക്കാൻ പറ്റുന്നതായിട്ട് തോന്നിയിരുന്നു. സ്കെച്ചിങ് കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം നമുക്കിനി ഇത് ചെയ്യാൻ. അതിന് മുമ്പായിട്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഇറേസ് ചെയ്ത് കളയുക. ഫസ്റ്റിൽ സ്കെച്ച് ചെയ്തു, പിന്നെ തന്നെ ഒന്ന് ഇറേസ് ചെയ്തു. അതിനുശേഷം ഞാൻ മാസ്കിംഗ് ഫ്ലൂയിഡ്, അതും ബ്രഷോടെയാണ് എടുത്തിട്ട് ഒരു സൈഡിൽ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് വലിയ കുഴപ്പമില്ലാത്തൊരു ബ്രഷ് എടുത്തിട്ട് അവിടെ ആഡ് ചെയ്യാം. മാസ്കിംഗ് ഫ്ലൂയിഡ് ആ വൈറ്റ് സ്പോട്ട്സിൻ്റെ അവിടെ നമുക്കിങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കണേ. അത് കുറേ സമയം എടുക്കും. അത് ഇത്തിരി സമയം എടുക്കുമെന്ന് ഉണങ്ങാൻ വേണ്ടി നമുക്കതൊന്ന് വെയിറ്റ് ചെയ്യണം, കുറച്ച് നേരം ഉണങ്ങാൻ. ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ അതിന് പകരമായിട്ട് അത് ടച്ച് ചെയ്യാത്ത പോർഷനിൽ കളർ ചെയ്ത് തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ. അപ്പോൾ പേപ്പർ നല്ല പേപ്പറായതുകൊണ്ട് നല്ലപോലെ വെള്ളമൊക്കെ എടുക്കുന്നുണ്ട്. എനിക്ക് പക്ഷേ കുറച്ചുകൂടി ഇങ്ങനെ വെള്ളം നന്ന പോലെ എടുക്കുന്നത് ചിത്രപ്പട്ടിൻ്റെ പേപ്പറായിട്ടാണ് തോന്നിയത്. ഇത് നല്ല പേപ്പറാണ്. അപ്പോൾ അതൊക്കെ ഓരോ കളർ വീതം നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് കുറച്ച് പയ്യൻസ് ഗ്രീൻ, അത് ഗ്രേ ഉണ്ട്, കുറച്ച് മറ്റേ യെല്ലോ ഓക്കറും ആഡ് ചെയ്തിട്ടാണ് ആ കളറ് കൊടുത്തു തുടങ്ങിയിരിക്കുന്നത് കേട്ടോ. അത് ആ ചെറിയ മഷ്റൂം ആദ്യം ചെയ്യാമെന്ന് വിചാരിച്ചു. അതങ്ങ് പയ്യെ ഓരോ കളർ വീതം ലെയർ ബൈ ലെയർ ആയിട്ടാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ഓക്കെ. ഈ പയ്യൻസ് ഗ്രേ തന്നെയാണ് കേട്ടോ ഞാൻ താഴെ കൊടുക്കണം. ആ കളറ് ആക്ച്വലി നമ്മൾക്ക് ബ്ലൂ കളറിൻ്റെയും ഒരു ഇത്തിരി ബേൺസ് തന്നെയും കൂടി ചേർന്ന് കളർ, ലൈറ്റ് ബ്ലൂ അല്ല കേട്ടോ, ഒന്നെങ്കിൽ പ്രഷ്യൻ ബ്ലൂ അല്ലെങ്കിൽ അതേപോലത്തെ ഡാർക്ക് ബ്ലൂവിൻ്റെ കളറും ചെറുതായിട്ട് നമുക്ക് ബേൺസ് തന്നെയും കൂടി ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു കളറാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് റെഡിമെയ്ഡായിട്ട് വാങ്ങിക്കണമെന്ന് പറഞ്ഞാൽ ഞാനത് വാങ്ങിച്ചു വെച്ചതാണ്. ഇങ്ങനെ ഷാഡോയുടെയൊക്കെ പൊസിഷനിൽ ഇത് ഡയറക്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിരിക്കും. പിന്നെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് വേണ്ട രീതിയിലേക്ക് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുതലും കുറവൊക്കെ ആഡ് ചെയ്ത് ചെയ്യാം. ഈ ഫ്രൂട്ട്സാണ് ആഡ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് കുറച്ച് ഹൈലൈറ്റ്സ് വരുന്ന സ്ഥലത്ത് ഞാൻ വൈറ്റ് സ്പേസ് ആയിട്ട് തന്നെ വിട്ടിട്ടുണ്ട്. അങ്ങനെ ഫസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് ഒരു ലെയർ കൊടുത്ത ശേഷമാണ് ഞാൻ അടുത്ത ഇത്തിരി ഡാർക്കായിട്ടുള്ള അതിൻ്റെ ഒരു സർക്കിൾ ഷേപ്പ് വരാവുന്ന രീതിയിൽ ചെയ്യുന്നത്.
ലീവ്സിനും സാപ്പ് ഗ്രീനാണ് മെയിനായിട്ട് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ചില ഷാഡോയുടെ പോർഷനിൽ വരുമ്പോൾ നമുക്ക് കുറച്ച് ബ്രഷിംഗ് ബ്ലൂ എന്തെങ്കിലും കൂടി ചെറുതായിട്ട് ആഡ് ചെയ്യാം. പിന്നെ ഒരു ബേൺ ചെയ്യുന്ന ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. പിന്നെ ചില കുറച്ച് ഹൈലൈറ്റ് വരുന്ന സമയത്ത് കുറച്ച് യെല്ലോ ഒക്കെ മിക്സ് ചെയ്ത് നമുക്ക് അവിടെ പയ്യെ പയ്യെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. താഴെ ഗ്രാസിൻ്റെ പോർഷന് കുറച്ചുകൂടിയൊക്കെ കുറച്ച് എന്താ നമ്മുടെ സാപ്പ് ഗ്രീനൊപ്പം കുറച്ചൊരു ഓറഞ്ചിഷ് കൂടി ആഡ് ചെയ്തൊരു കളറാണ് അവിടെ താഴെ ഞാൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മേളിൽ കുറച്ചുകൂടി ഫ്രഷ് ആയിട്ടുള്ള ലീവ്സാണ് ഭംഗിയും തോന്നിയുകൊണ്ടാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഇനി ഇപ്പോൾ നമ്മൾ മാസ്കിംഗ് ഫ്ലൂയിഡ് ഒരുവിധം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പുറത്തേക്ക് നമ്മൾ ആ ഒരു റെഡ് കളർ ആഡ് ചെയ്യുകയാണ്. അതൊരു ഷാഡോ ഒക്കെ വെച്ചിട്ടുണ്ട്. സൈഡിൽ കുറച്ചുകൂടി കളർ കൂടുതലും, സൈഡിൽ ഏറ്റവും മിഡിലായിട്ടൊരു ലൈറ്റ് ആൻഡ് ഷാഡോ വരുന്നതാണ്. അപ്പോൾ ആ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ കളർ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ എന്നിപ്പോൾ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ആ മാസ്കിംഗ് ഫ്ലൂയിഡ് ഉള്ള സ്ഥലത്ത് ഒട്ടുമേ ഇതില്ല, വൈറ്റ് പിടിക്കുന്നില്ല. അപ്പോൾ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ അതിങ്ങനെ കളഞ്ഞ ശേഷം നമുക്ക് അതിൻ്റെ താഴെ നമുക്ക് ആവശ്യമായ എന്തെങ്കിലും ഡിസൈൻ ഉണ്ടെങ്കിൽ അതിൻ്റെ അത് കൊടുക്കുക, അല്ലെങ്കിൽ ചെറിയ താഴെയായിട്ട് ചെറിയൊരു ഷാഡോ ഒക്കെ പോലെ കൊടുക്കാൻ പറ്റും.
ലാസ്റ്റ് ഞാനത് കംപ്ലീറ്റ് ആയിട്ട് കൈകൊണ്ട് തന്നെ ചുരണ്ടി കളഞ്ഞത്. ഇതിൻ്റെ താഴെ ചെറിയൊരു ഷാഡോ വരാവുന്ന രീതിയിൽ കുറച്ചുകൂടി കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഓൾമോസ്റ്റ് ഒരു ഫിനിഷിങ് ടൈപ്പിലെത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കണം. അത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുമെങ്കിൽ കമൻറ്റിൽ പറയണേ. പെയിൻറ്റഡെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടമുള്ളവർക്ക് അയച്ചു കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.